നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭാര്യാപിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡികളായ സഹോദരങ്ങൾ അറസ്റ്റിൽ. കുന്നംകുളം കിഴൂർ പൂരത്തിനിടെ സംഘർഷം. രണ്ട് വിഭാഗം കമ്മിറ്റികൾ തമ്മിൽ ഏറ്റുമുട്ടി. മണ്ണമ്പേട്ടയിൽ ശക്തമായ കാറ്റിൽ കാറിനു മുകളിൽ തെങ്ങ് കടപുഴകി വീണു. മൂന്നുപീടിക ബീച്ചിൽ കാട്ടുപന്നിയെ കണ്ടെത്തി. തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിലുള്ള വൈരാഗ്യത്താൽ ആക്രമണം. സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. വിശദമായ വാർത്തയിലേക്ക്. ഭാര്യാപിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡികളായ സഹോദരങ്ങൾ അറസ്റ്റിൽ. ആളൂർ സ്വദേശി വാഴപ്പിള്ളി ചക്കാത്ത് വീട്ടിൽ ബിജുവിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പുല്ലൂർ ഊരകം സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ ജിറ്റ്, സഹോദരൻ റിറ്റ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിജുവിന്റെ മകളുടെ ഭർത്താവാണ് ജിറ്റ്. മകളെ ജിറ്റ് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പതിവായതിനെ തുടർന്ന് ജിറ്റുമായി പിരിഞ്ഞ മകളും കുഞ്ഞും 10 മാസമായി ബിജുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യയെയും കുഞ്ഞിനെയും വിട്ടുകിട്ടണം എന്ന് പറഞ്ഞാണ് ജിറ്റ് സഹോദരനൊന്നിച്ച് പരാതിക്കാരന്റെ വീട്ടിലെത്തിയത്. എന്നാൽ മകൾ പേടിച്ച് ജിറ്റിന്റെ കൂടെ പോകാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് പ്രതികൾ പരാതിക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പ്രതികൾ രണ്ടുപേരും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ റൌഡികളാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കുന്നംകുളം കിഴൂർ പൂരത്തിനിടെ സംഘർഷം. രണ്ട് വിഭാഗം കമ്മിറ്റികൾ തമ്മിൽ ഏറ്റുമുട്ടി. ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതോടെ സംഘർഷം കൂട്ടത്തല്ലിലേക്ക് വഴിമാറി. സംഘർഷത്തെ തുടർന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ലാത്തിവീശി. ആനകളെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതും ആരെ ആദ്യം പ്രവേശിപ്പിക്കുന്നു എന്നതിനെ ചൊല്ലിയാണ് ആദ്യം തർക്കമുടലെടുത്തത്. മണ്ണമ്പേട്ടയിൽ ശക്തമായ കാറ്റിൽ കാറിനു മുകളിൽ തെങ്ങ് കടപുഴകി വീണു. മണ്ണമ്പേട്ട വട്ടനാത്ര ഹെൽത്ത് സെന്ററിന് സമീപം കള്ളിപ്പറമ്പിൽ ഡേവിസിന്റെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് കടപുഴകി വീണത്. തെങ്ങ് വീണ് ഡേവിസിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഭാഗികമായി തകർന്നു. സമീപത്തെ കള്ളിപ്പറമ്പിൽ പോളിയുടെ വീട്ടുമതിലും ഗേറ്റും തകർന്നു. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ് സംഭവം. ഡേവിസിന്റെ വീട്ടിലേക്കുള്ള സർവീസ് വയറും പൊട്ടിവീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മൂന്നുപീടിക ബീച്ചിൽ കാട്ടുപന്നിയെ കണ്ടെത്തി. മൂന്നുപീടിക ബീച്ച് APJ അബ്ദുൽ കലാം റോഡിലാണ് കാട്ടുപന്നിയെ കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാത്രി 10:30യോടെയാണ് കാട്ടുപന്നിയെ നാട്ടുകാർ കണ്ടെത്തിയത്. താനത്തുപറമ്പിൽ സക്കീറിന്റെ വീടിന് സമീപത്തേക്കാണ് കാട്ടുപന്നി ഓടിയെത്തിയത്. വീട്ടുകാർ പുറത്തിറങ്ങിയതോടെ കാട്ടുപന്നി തിരിച്ചോടുകയായിരുന്നു. 1 മാസം മുൻപും ഈ പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടിരുന്നതായി പറയുന്നു. തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിലുള്ള വൈരാഗ്യത്താൽ ആക്രമണം. സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. നാട്ടിക ചേർക്കര സ്വദേശി എരവേലി വീട്ടിൽ സുനിൽകുമാറിന്റെ ചേർക്കരയിൽ നടത്തുന്ന തട്ടുകടയിൽ വെച്ച് ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിലുള്ള വൈരാഗ്യത്താൽ അസഭ്യം പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിച്ച നാട്ടിക ചേർക്കര സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ ഹരിനന്ദനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു.
ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 50 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാര്യാപിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡികളായ സഹോദരങ്ങൾ അറസ്റ്റിൽ. കുന്നംകുളം കിഴൂർ പൂരത്തിനിടെ സംഘർഷം, 2 വിഭാഗം കമ്മിറ്റികൾ തമ്മിൽ ഏറ്റുമുട്ടി. മണ്ണമ്പേട്ടയിൽ ശക്തമായ കാറ്റിൽ കാറിനു മുകളിൽ തെങ്ങ് കടപുഴകി വീണു. മൂന്നുപേരിക ബീച്ചിൽ കാട്ടുപന്നിയെ കണ്ടെത്തി. തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിലുള്ള വൈരാഗ്യത്താൽ ആക്രമണം, സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോർഡ് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.